നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം പദ്ധതിയുടെ റോഡ് കണക്ടിവിറ്റി LDF സർക്കാർ വൈകിപ്പിച്ചെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള UDFന്റെ രാഷ്ട്രീയ ശ്രമമാണ് ആരോപണത്തിന് പിന്നിലെന്നും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും LDF സർക്കാരിന്റെ കാലത്താണ് നടന്നതെന്ന് പിണറായി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ദേശീയപാത 66മായി തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റോഡ് കണക്ടിവിറ്റിക്കായുള്ള ആസൂത്രണം, ഭൂമി ഏറ്റെടുക്കൽ, നിയമന നടപടികൾ, സർക്കാർ അനുമതികൾ എന്നിവ LDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2022 ഏപ്രിലിൽ NH66 വിഴിഞ്ഞം ഫോർട്ട് റോഡ് ജംഗ്ഷനിലേക്കുള്ള ഭൂമി ഏറ്റെടുക്കലിന്റെ 4.1 വിജ്ഞാപനം പുറത്തിറക്കി. 2024 ഫെബ്രുവരിയിൽ 19.1 വിജ്ഞാപനവും പുറത്തിറക്കി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനായി 11 കോടി രൂപ അനുവദിക്കുകയും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന് ഫണ്ട് നൽകുകയും ചെയ്തു. റോഡ് കണക്ടിവിറ്റിക്ക് അന്തിമ അനുമതി ലഭിച്ച 2024 ജനുവരിയോടെ ആവശ്യമായ 42 സെന്റ് ഭൂമിയിൽ 35.81 സെന്റ് LDF സർക്കാർ ഏറ്റെടുത്തിരുന്നു. ശേഷിച്ച ഭൂമി ഏറ്റെടുക്കുന്നതിലും അനുമതികൾ നൽകുന്നതിലും ദേശീയപാത അതോറിറ്റിക്കാണ് കാലതാമസം ഉണ്ടായതെന്നും ക്ലോവർ ലീഫ് ഇന്റർചേഞ്ചിനും അപ്രോച്ച് റോഡിനുമുള്ള അനുമതികൾ കേന്ദ്രം വൈകിപ്പിച്ചെന്നും പിണറായി ആരോപിച്ചു. 2022 വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ നടന്ന സമരത്തിന് UDF പിന്തുണ നൽകിയിരുന്നുവെന്നും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ സമരസ്ഥലം സന്ദർശിച്ചിരുന്നുവെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. LDF മുന്നോട്ട് കൊണ്ടുപോയ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ആരോപണങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. വസ്തുതകൾ മറച്ചുവെച്ചുള്ള ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നും പിണറായി കൂട്ടിച്ചേർത്തു.